നമ്മളിപ്പോൾ ഹോമറിനെ കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നല്ല ബ്ലഡ് ലൈനിലുള്ള നല്ല ഹോമേഴ്സിനെ കളക്ട് ചെയ്യാൻ പോവുകയാണ്. 750 കിലോമീറ്റർ തിരിച്ച് ഹോം ബാക്ക് വന്നിട്ടുള്ള ഹോമേഴ്സിനെയാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം 3 പേരോളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും കുറച്ച് ഗ്രിറ്റുമൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത് നമുക്ക് തിരികെ വരാം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരിച്ച് നമുക്ക് കളക്ട് ചെയ്ത് വന്നിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. തഞ്ചാവൂരിൽ നിന്ന് പാലക്കാട് വന്നിട്ട് പാലക്കാട് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന ഒരു വണ്ടിയിൽ ഡെലിവറി ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് തുറവൂര് ഡെലിവറി ചെയ്യും. അപ്പോൾ എൻ്റെ വീട് ശരിക്കും തുറവൂരിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ കൂടെ മാറിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുറവൂര് ചെന്ന് സംഭവം കളക്ട് ചെയ്യാം. ഇപ്പോഴായിട്ട് വണ്ടി എടുക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം ഈ ഗിനിക്കോഴിയെ കൊണ്ടാണ്. അത് വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ കിടന്ന് കളിക്കും. നമ്മൾ പോകുന്നതിൻ്റെ പുറകെ കുറച്ച് ദൂരം വരെ അത് പുറകെ വരികയും ചെയ്യും. കുറേ അധികം ആളുകൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് നാടൻ പ്രാവും പറവയുമായിട്ടുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ഈ പറവയും ഹോമറുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട്. എനിക്കിതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ എൻ്റെ അറിവുകൾ ശരിയാണോ എന്ന് പറയത്തില്ല. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ഇവരുടെ ഡിഫറൻസ് പറയാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ നാടൻ പ്രാവിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പ്രാവിനെ നമ്മൾ പുറത്തെവിടെയെങ്കിലും കൊണ്ട് പറത്തിക്കഴിഞ്ഞാൽ അതിന് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ഒരു 50 കിലോമീറ്റർ വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നാടൻ പ്രാവ് വീട്ടിലേക്ക് തിരിച്ചു വരും. പക്ഷേ അതേസമയത്ത് എത്ര പെട്ടെന്ന് വരുമെന്നോ എപ്പോൾ വരുമെന്നോ എന്നുള്ളതും നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോമർ പീജിയൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട്. നമ്മളെ വീട്ടിലുള്ള ഒരു നാടൻ പ്രാവിനെ ഇതുപോലെ കൊണ്ടുവന്ന് ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറി നമ്മൾ പറത്തി വിട്ടിട്ട് അത് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ ചെയ്തിരുന്നു. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ. 1,05,000 പേര് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറവപ്രാവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിൻ്റെ ഒരു പ്രത്യേകത ആകാശത്ത് നല്ല ഉയരത്തിൽ പറക്കും, ഒരുപാട് സമയം പറക്കും. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറവയുടെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് പറക്കാനുള്ള കപ്പാസിറ്റി പറവപ്രാവുകൾക്കുണ്ട്. എല്ലാ പറവകൾക്കല്ലെങ്കിലും ചില പറവകൾക്ക് ഒരു ദിവസം കംപ്ലീറ്റ് പറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ പ്രത്യേകത ഇവരുടെ ഒരുപാട് ഹൈറ്റിൽ പറക്കും, അതുപോലെ തന്നെ ഒരുപാട് സമയം ആകാശത്ത് പറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നാടൻ പ്രാവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നാടൻ പ്രാവ് ഇത്രയും ഹൈറ്റിൽ പറക്കാറില്ല. പക്ഷേ അതിന് നാടൻ പ്രാവ് തിരിച്ച് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വിട്ടാൽ അത് തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അത് തന്നെത്താനെ വീട്ടിലേക്ക് വരും, തന്നെത്താനെ കൂട്ടിൽ കയറും. അതേ സമയത്ത് പറവയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വേറെ പ്രാവിനെ കാണിച്ചിട്ടാണ് താഴത്തേക്ക് ഇറക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം തുറവൂർ എത്തിയിട്ടുണ്ട്. ഇനി തുറവൂരിൽ നിന്നാണ് നമുക്ക് റേസിംഗ് ഹോമറിനെ കിട്ടാനുള്ളത്. റേസിംഗ് ഹോമറുമായിട്ടുള്ള കമ്പാരിസൺ നമുക്ക് റേസിംഗ് ഹോമറിനെ മേടിച്ചതിന് ശേഷം ചെയ്യാം. ഫ്ലൈയിങ് ഹോമർ ആണെങ്കിലും അതുപോലെ റേസിംഗ് ഹോമർ ആണെങ്കിലും ഒക്കെ ഒരുപാട് കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്, മത്സരങ്ങൾ ഒരുപാട് നടക്കാറുണ്ട്. ഇപ്പോൾ റേസിംഗ് ഹോമറിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടുതലും കോമ്പറ്റീഷൻസ് നടക്കുക തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലാണ്. നമ്മളുടെ കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ട് കോമ്പറ്റീഷൻസ് നടക്കാറില്ലെന്നാണ് എൻ്റെ അറിവ്. കൂടുതലും കോമ്പറ്റീഷൻസ് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലാണ്. അവരിവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ മാറ്റി പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഏകദേശം അവരിവിടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. തുറവൂരമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി എന്നാണ് നമ്മൾ അവരോട് പറഞ്ഞേക്കുന്നത്. ഈ കാണുന്നതാണ് തുറവൂരമ്പലം. ഫ്രണ്ടിൽ കാണുന്ന അമ്പലക്കുളമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ദീപാവലിയുടെ ദിവസമൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ അമ്പലത്തിൽ വന്നിട്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. അവർ ഏകദേശം അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ അമ്പലം പറഞ്ഞേക്കുന്നത്. ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസിൽ നിന്നിട്ടാണ്. യെസ്, നമ്മുടെ വണ്ടി ഇതാ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സംഭവം കളക്ട് ചെയ്ത് തിരിച്ചു പോയാൽ മതി. ഇവിടെ എങ്ങനെയാണ്, എന്ത് സെറ്റപ്പിലാണ് കൊണ്ടുവന്നേക്കുന്നതെന്ന് കാണാം. സാധാരണ പല ആളുകളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ഡിസ്റ്റൻസിൽ നിന്നൊക്കെ ബേഡ്സിന് എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ബേഡിനെ അത്യാവശ്യം ഫുഡ് കൊടുക്കണം, അത്യാവശ്യം വരെ ഫീഡ് ചെയ്യണം. എന്ന് വെച്ച് വയറ് ഫുള്ളാകുന്ന രീതിയിലും ഫീഡ് ചെയ്യരുത്.
ഇങ്ങനെ ഡെലിവർ ചെയ്ത് ദൂരത്തുനിന്ന് ഡെലിവറി ചെയ്ത് നമ്മുടെ അടുത്ത് വരുന്ന ബേർഡിനെ വീട്ടിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഇമ്മീഡിയറ്റ്ലി തന്നെ അതിന് കുറേയധികം ഫുഡുകൾ കൊടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും നല്ലത് വരുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കുക, വെള്ളം മാത്രം കൊടുക്കുക. ഒരു 2-3 മണിക്കൂറത്തേക്ക് വെള്ളം മാത്രം കൊടുത്തതിന് ശേഷം നമ്മൾ ഫീഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ആ എനർജി പോയത് വീണ്ടെടുക്കാൻ ബേർഡിന് പെട്ടെന്ന് സാധിക്കും. വണ്ടിയുടെ മേളിലായിരുന്നു വെച്ചിരുന്നത്. സാധാരണ ഒരു കാർട്ടൺ ബോക്സിലാണ് കൊടുത്തു വെച്ചത്. കുറച്ച് വലിപ്പമുള്ള ഒരു കാർട്ടൺ ബോക്സിലാണ് കൊടുത്തു വിട്ടിരുന്നത്. പിന്നെ ഇതുമേൽ നമുക്കറിയാം എയർ സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ പാക്കിങ് പോലെയൊക്കെ തന്നെയാണ്. മിക്കവാറും ഇതിൻ്റെ അകത്ത് കുറച്ച് പേപ്പറും കൂടി ഉണ്ടാകും. കാഷ്ടം വീഴുന്ന സമയത്ത് കാലൊക്കെ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടി കാഷ്ടം ഉണ്ടാകും. ഇത് നമ്മുടെ ഗ്രിറ്റാണ്. 20 കിലോ ഗ്രിറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രിറ്റാണ് ഈ വന്നിരിക്കുന്നത്. ഗ്രിറ്റും മേടിക്കുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നത് കൊണ്ട് പറയുന്നത്, ഗ്രിറ്റ് നമ്മൾ ശരിക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി. കാശ് മുടക്കി നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയുള്ളതാണ്, എനിക്ക് വേണ്ടിയുള്ളതല്ല. ഞാൻ ഉണ്ടാക്കുന്ന ഗ്രിറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ടുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്കതിൽ ഫീൽ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹാൻഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് സിറിഞ്ചിൻ്റെ അകത്തേക്ക് ഗ്രിറ്റ് വലിച്ച് കയറ്റിയിട്ട് കൊടുക്കണ്ടേ, അപ്പോൾ അത്രയും നല്ല രീതിയിലുള്ള ഗ്രിറ്റുകൾ മേടിക്കണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിലെനിക്ക് പറയാനുള്ള കുറച്ച് കട്ടിയുള്ള പീസ്, കുറച്ച് വലിയ പീസുകളായിട്ട്, എന്ന് വെച്ചാൽ ഒരുപാട് വലുതല്ല, തരിയായിട്ടുള്ള പീസുകളായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാനും. അല്ലാത്ത സമയത്തും ഗ്രിറ്റ് കൊടുക്കുമ്പോൾ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള പീസായിരിക്കണം, കുറച്ച് വലിപ്പമുള്ള തരിയായിട്ടുള്ളതായിരിക്കണം. പൊടി പോലെ ഇരിക്കുന്നതായിരിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പൊടി പോലെ ഇരിക്കുന്നതാണെങ്കിലേ നമുക്ക് ഈ പറയുന്ന പോലെ സിറിഞ്ചിലൂടെ കയറ്റിയിട്ട് ഇറക്കിയൊക്കെ വിടാൻ പറ്റുള്ളൂ. കട്ടിയുള്ള പീസായിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ആ സമയത്ത് നമുക്ക് വെറുതെ ഹാൻഡ് ഫീഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് വായിലേക്ക് 1-2 കല്ല് കഷ്ണങ്ങൾ എടുത്തിട്ടാൽ മതി. ചെറിയ കല്ല് കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഗ്രിറ്റിൻ്റെ എന്തെങ്കിലും കുറച്ച് പീസ് എടുത്തിട്ടാൽ മതി. മറ്റുള്ളതിലെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള യുക്തിക്ക് മനസ്സിലാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും, പ്രാവിനെ കാണിക്കാതെ ഇയാൾ എന്തിനാ അതും ഇതുമൊക്കെ കാണിക്കുന്നതെന്ന്. ഒന്നുമില്ല കേട്ടോ, ഈ പ്രാവിനെ മേടിക്കാൻ പോകുന്നത് മുതൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൻ്റെ കുറച്ച് നിങ്ങൾക്കും കൂടെ ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. കാണാൻ അത്യാവശ്യം സൗന്ദര്യമുള്ള പള്ളിത്തോടെന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ നാട്. ഇനി ഒരുപാട് വലിച്ചു നീട്ടാതെ, യാത്രകൾ കാണിക്കാതെ, എക്സൈറ്റ്മെൻറ്റുകൾക്കെല്ലാം വിരാമമിട്ടുണ്ട് യാത്ര നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ഇങ്ങനെ റേസിംഗ് ഹോമറിൻ്റെ ഒരു വീഡിയോയെക്കുറിച്ച് ആലോചിച്ച സമയത്ത്, ഈ റേസിംഗ് ഹോമറിനെ കുറേ കൊല്ലങ്ങളായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവരോട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് നിങ്ങൾ പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. എത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്ന, ഇതിന് ഇത്രയും അധികം റേറ്റ് ഉണ്ടോ എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുവഴി പല ആളുകളും പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റേറ്റ് പറയണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിൽ ഒരു സജഷൻ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ഒരു അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ടാകും, ഇതിന് ഇത്ര രൂപയാണ് റേറ്റ് എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് പറയാം, നമുക്ക് ഡയറക്റ്റ്ലി പുള്ളി പറഞ്ഞ സജഷനെയും കൂടെ അംഗീകരിച്ചുകൊണ്ട് പറയാം. ഇതിൻ്റെ റേറ്റ് ഞാൻ ഡയറക്റ്റ്ലി പറയുന്നില്ല, ഇൻഡയറക്റ്റ്ലി പറഞ്ഞാൽ ജാക്കോബിൻ്റെ ഒരു പെയറിന് വരുന്ന റേറ്റിനേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ സിംഗിൾ പീസിന് എന്നോട് പറഞ്ഞ റേറ്റ്. മറ്റെല്ലാ പ്രാവുകളെ പോലെ തന്നെയും, അല്ലെങ്കിൽ ഈ റേസിംഗ് ഹോമർ അല്ലെങ്കിൽ ഹൈ ഫ്ലയർ, ഇവർക്കൊക്കെ ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യത്തിലും ഈ ബ്ലഡ് ലൈനിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഇവരുടെ ക്വാളിറ്റിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ അവസാനത്തെ 3 ചിറകുകൾ ഏകദേശം ഒരുപോലെയാണ്. ഇത് 750 കിലോമീറ്റർ പറന്ന പറവയാണ്. ആ സമയത്ത് നമ്മൾ 1500 അങ്ങനത്തെ ലെവലിലേക്ക് പോകുമ്പോൾ അവസാനത്തെ ഈ 3 ചിറകുകളിന് കുറച്ചുകൂടി നീട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഹോമേഴ്സും അതുപോലെ ഹൈ ഫ്ലയറുമായിട്ടുള്ള പ്രധാന ഒരു വ്യത്യാസം ഇതിൻ്റെ മൂക്കിൽ വരുന്നതാണ്. മൂക്കിൽ സാധാരണ ഹൈ ഫ്ലയേഴ്സിനാണെങ്കിൽ ചെറുതായിരിക്കും മൂക്ക്, പക്ഷേ ഇത് റേസിംഗ് ഹോമേഴ്സ് ആകുമ്പോൾ അത്യാവശ്യം വലിയ മൂക്കായിരിക്കും ഇതിനുണ്ടാകും. കണ്ണിൻ്റെ ചുറ്റും ഒരു റൗണ്ട് ഉണ്ടാകും. നല്ല ഷാർപ്പായിട്ടുള്ള കണ്ണായിരിക്കും ഇവർക്കുണ്ടാകുക. ഹൈ ഫ്ലയേഴ്സിനെ പോലെ തന്നെ ഇവരുടെ നെക്കിൻ്റെ അവിടെയും നല്ല തിളക്കം ഉണ്ടാകും. ആ ഒരു പോർഷൻ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. ഇത് നമ്മൾ പറ്റിക്കപ്പെടരുത്. സാധാരണ നമ്മൾ ചാരപ്രാവുകൾക്ക് ഇവിടെയൊക്കെ തിളക്കം ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇവരുടെ തിളക്കം നമ്മളെ കുറച്ചുകൂടെ അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും. സാധാരണ നോർമലി ഒരു ഡൾ കളേഴ്സിലായിരിക്കും ഇതുപോലത്തെ റേസിംഗ് ഹോമേഴ്സും. പക്ഷേ അതേസമയത്ത് ഇതുങ്ങളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടാകും. നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പായിരിക്കും ഈ പ്രാവുകൾ.
സൈസിലും വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവർ നല്ല അത്യാവശ്യം നല്ല സൈസുള്ളതായിരിക്കും, ഇവരുടെ നെഞ്ച് നന്നായിട്ട് വിരിഞ്ഞിട്ടുള്ളതായിരിക്കും, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടാകുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രാവായിരിക്കും ഈ റൈസിങ് ഹോമേഴ്സായിട്ട് വരിക. ഇവരെ ഇപ്പോൾ ബ്രീഡ് ചെയ്യിപ്പിച്ചത് ഇപ്പം നല്ല ലൈനേജ് ഉള്ള അല്ലെങ്കിൽ നല്ല ബ്ലഡ് ലൈൻ ഉള്ള ബേർഡാണ്. ഇവരെ ബ്രീഡ് ചെയ്യിച്ചിട്ട് ഇവരുടെ കുഞ്ഞുങ്ങളെ ആയിരിക്കും നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രായത്തിലുള്ള ബേർഡുകളെ നമ്മൾ പറപ്പിക്കാൻ നോക്കിയാൽ മിക്കവാറും ഇത് നമ്മൾ മേടിച്ച സ്ഥലത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുങ്ങൾ 750 കിലോമീറ്റർ കവർ ചെയ്ത് പ്രൈസ് മേടിച്ചിട്ടുള്ള ബേർഡ്സാണ്. പിന്നീട് ഇവരുടെ ഇപ്പോൾ വാല് നോക്കിയാൽ അറിയാം, മറ്റേ ഹൈ ഫ്ലയേഴ്സിനെ പോലെ തന്നെ നോക്കിയാൽ 2 തൂവലുള്ളത് പോലെ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. 12 13 ടെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആകെ ഫീൽ ചെയ്യുക 2 ടെയിൽ മാത്രം ഉള്ളതായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. പിന്നെ ഇവരുടെ ചിറകിലും നല്ല അടുക്കോടെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇവരുടെ കോമ്പറ്റീഷനെ കുറിച്ച് പറഞ്ഞാൽ 2 ടൈപ്പിലുള്ള കോമ്പറ്റീഷൻസാണ് മെയിനായിട്ട് നടക്കുക. ഒന്നാമതായിട്ട് പറഞ്ഞാൽ 1 ഹൗസ് കോമ്പറ്റീഷൻ. 1 ഹൗസ് കോമ്പറ്റീഷൻ ആകുമ്പോൾ നമ്മൾ ഈ പ്രാവുകളെ 35 മുതൽ 45 ഡേ പ്രായമുള്ള സമയത്ത് നമ്മൾ ഈ ബേർഡ്സിനെ ആ ക്ലബ്ബിൽ ഏൽപ്പിക്കണം. അതുകൊണ്ട് ആ ക്ലബ്ബിൽ വെച്ചിട്ടായിരിക്കും ഈ ബേർഡിനെ ട്രെയിൻ ചെയ്യിക്കുന്നതും അതിനെ വളർത്തുന്നതും പിന്നെ അതിന് വേണ്ട പരിചരണങ്ങൾ കൊടുക്കുന്നതുമെല്ലാം. ഇതിനെ പ്രത്യേകമായിട്ട് നോക്കാൻ ഡോക്ടേഴ്സും കാര്യങ്ങളുമൊക്കെ ആ സമയത്തുണ്ടാകും. ഏകദേശം 9 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ആയിരിക്കും. അതിനുശേഷം ഈ റേസ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബേർഡ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ രീതിയാകുമ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഇട്ടിട്ട് ബേർഡ്സിനെ വളർത്താം. പിന്നെ അതിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും കൊടുക്കുക. അങ്ങനെ ട്രെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൊണ്ടുപോയി വിടും, പിന്നെ അത് 50 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൊണ്ടുപോയി വിടും, 100 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൊണ്ടുപോയി വിടും. അങ്ങനെ അവസാനം ഒരു 650-750 കിലോമീറ്റേഴ്സിലൊക്കെ വിടും. നമുക്ക് ഇവിടെ അറിയാൻ പറ്റിയേക്കുന്നത് വെച്ചിട്ട് ഒരു 1500 കിലോമീറ്റേഴ്സൊക്കെയാണ് ഏറ്റവും ടോപ്പായിട്ട് പറന്നു വന്നിട്ടുള്ളത്. ശ്രീലങ്കയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പറന്നു വന്നേക്കുന്ന ബേർഡ്സ് ഉണ്ട്. അങ്ങനെ നോക്കിയാൽ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഈ ടൈപ്പ് പ്രാവുകൾക്കുള്ളതാണ്. ട്രെയിൻഡ് ആയിട്ടുള്ള എല്ലാ ബേർഡ്സും ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് കവർ ചെയ്ത് തിരിച്ച് ഹോം ബാക്ക് വരും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മത്സരത്തിൻ്റെ ആംഗിളിൽ നോക്കിയാൽ ഏത് ബേർഡാണോ ആദ്യം പറന്നെത്തുക അതിനായിരിക്കും പ്രൈസ് കിട്ടുക. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പറക്കാൻ പറ്റണം, അതുപോലെ തന്നെ കൂടുതൽ ഡിസ്റ്റൻസും കവർ ചെയ്യാൻ പറ്റണം. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ പ്രൈസ് വരിക. കേരള റേസിംഗ് പീജൻ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ 1 ലോഫ്റ്റ് റേസ് 2019 നടക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ നൽകേണ്ട ടൈം ജാനുവരി 15 മുതൽ മാർച്ച് 25 വരെയാണ്. ബേണിൻ്റെ എൻട്രി കൊടുക്കേണ്ടത് ഏപ്രിൽ 15 മുതൽ മെയ് 15 വരെയാണ്. ഒരു ബേണിന് 3500 രൂപയാണ് രജിസ്ട്രേഷൻ വരുന്ന ഫീസ്, എൻട്രി ഫീസായിട്ട് വരിക. 35 മുതൽ 45 ഡേയ്സ് പ്രായമുള്ള ബേർഡ്സിനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. മിനിമം 2 ബേർഡിനെയും മാക്സിമം 10 ബേർഡിനെയുമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. റേസിംഗ് ഹോമറും അതുപോലെ തന്നെ ഹൈ ഫ്ലയറുമായിട്ടുള്ള പ്രധാന വ്യത്യാസം, ഇപ്പോൾ റേസിംഗ് ഹോമർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ലോങ് ഫ്ലൈ ആണ് ചെയ്യുക, അതായത് നീളത്തിൽ പറക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റേസിംഗ് ഹോമറിനെ കിലോമീറ്റർ പറവ എന്നും പറയാറുണ്ട്. അതേസമയത്ത് ഹൈ ഫ്ലയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേജിൻ്റെ മേളിൽ അല്ലെങ്കിൽ നമ്മുടെ ലോഫ്റ്റിൻ്റെ മേളിൽ മണിക്കൂറുകളോളം നിന്ന് പറക്കും, റൗണ്ട് ചെയ്ത് അവിടെ തന്നെ നിന്ന് പറക്കും. അത് ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്ന രീതിയിൽ പറക്കും, ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പറക്കും, ചിലപ്പോൾ മേഘങ്ങളെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മേളിൽ കൂടെ പറക്കും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് നാടൻ പ്രാവിൽ നിന്നും ഈ ഹോമേഴ്സിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇപ്പം നാടൻ പ്രാവിനാണെങ്കിൽ അതിൻ്റെ ചുണ്ട് കഴിഞ്ഞ് മൂക്ക് കഴിഞ്ഞ് നെറ്റിയിലേക്ക് വരുമ്പോൾ ഒരു ഹൈറ്റ് ഉണ്ടാകും. സാധാരണ നമ്മുടെ റേസിംഗ് ഹോമർ ആണെങ്കിലും അതുപോലെ തന്നെ ഹൈ ഫ്ലയർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ചുണ്ട്, മൂക്ക്, നെറ്റി, തല ഇതെല്ലാം ഒരു സ്ലോപ്പായിട്ടായിരിക്കും പോകുന്നത്. നേരെ സ്ലോപ്പ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ടാകും. അത് എയറിനെ ബ്രേക്ക് ചെയ്യാൻ നന്നായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. ആ സ്ലോപ്പ് പോർഷൻ കാണുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവരെ മറ്റുള്ളവരിൽ നിന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഐസിൻ്റെ കളറിൻ്റെ വ്യത്യാസം. അത് റെഡ് ഐ എന്നും അതുപോലെ തന്നെ വൈറ്റ് ഐ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മദ്രാസി പ്രാവുകൾ, സാധാരണ റെഡ് ഐ മദ്രാസി പ്രാവുകൾ എല്ലാ സമയത്തും കുറേയധികം മണിക്കൂറുകൾ പറക്കാനുള്ള കഴിവുണ്ടാകും ഹൈ ഫ്ലയറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതാകുമ്പോൾ കാറ്റ് വന്നാലും മഴ വന്നാലും അതുപോലെ തന്നെ കാലാവസ്ഥയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലും ഒക്കെ ഇവരതിനെ ആ ഒരു സിറ്റുവേഷനിലും നന്നായിട്ട് പറക്കും. രാത്രിയിലും പറക്കാനുള്ള കപ്പാസിറ്റി മദ്രാസി റെഡ് ഐ പ്രാവുകൾക്കുണ്ടാകും. അതേസമയത്ത് നമ്മുടെ വൈറ്റ് ഐ പ്രാവുകളാണെന്നുണ്ടെങ്കിൽ അവർ ചെറിയൊരു കാറ്റ് വന്നാലോ മഴ വന്നാലോ രാത്രി ആയാലോ ഒന്നും പറക്കാനായിട്ട് മിക്കവാറും അവരത് ആ സമയത്ത് പറക്കാറില്ല. അപ്പോൾ റെഡ് ഐ പ്രാവിന് എല്ലാ സമയത്തും പറക്കാൻ പറ്റും. മദ്രാസിയുടെ നല്ല ബ്ലഡ് ലൈൻ ആണെങ്കിലാണ് ഇതുപോലെ പറക്കാൻ പറ്റുക. ഇവിടെ 2 പേരുടെയും ബ്ലഡ് ലൈൻ കൃത്യമായിട്ടുള്ള നല്ല ബ്ലഡ് ലൈൻ ആണെങ്കിൽ കൃത്യമായിട്ട് അവർ കേജിൽ തന്നെ വന്ന് ഇറങ്ങുകയും ചെയ്യും.
അപ്പോൾ ഇനിയാണ് നമ്മുടെ കഥയിലെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്. ഇത് ഇപ്പോൾ വരുന്ന വണ്ടിയിലിരിക്കുന്നത് ജിജോ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. പുള്ളി നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. കോട്ടയത്താണ് സ്ഥലം. പുള്ളിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഹോമേഴ്സിനെ കളക്ട് ചെയ്തത്. പുള്ളി പറഞ്ഞ അനുസരിച്ച് നമുക്ക് നമ്മളുടെ അടുത്തായിരുന്നു ഡെലിവറി അവർ മാക്സിമം പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെലിവറി ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുമോ പുള്ളി ചോദിച്ചു. അങ്ങനെ പുള്ളിക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. 1 മണിക്കൂറാണ് നമ്മുടെ അടുക്കൽ ഈ ബേർഡ് ഇരുന്നത്. അതിനിടയ്ക്ക് നമ്മളെടുത്ത ഒരു വീഡിയോ ആണിത്. നമ്മുടെ ബ്ലാക്ക് ബ്യൂട്ടി ഹോമറിനെ ഒരു തവണ മേടിച്ചത് പുള്ളിയായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള പരിചയമാണ്, അങ്ങനെ ഉണ്ടായ പരിചയമാണിത്. നമ്മുടെ ക്യാമറ ചെയ്യുന്ന അബീവായിട്ടുള്ള പരിചയമാണ്. കൂടുതലും അവർ തമ്മിലുള്ള ഡീലിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇങ്ങനത്തെയൊക്കെ ഒരു വീഡിയോ നമുക്ക് അറേഞ്ചായി കിട്ടിയത്. അപ്പോൾ ഞാൻ ഏതായാലും ഒരു റേസിംഗ് ഹോമറിനെ മേടിക്കുന്ന കാര്യം തീരുമാനിച്ചു. നിങ്ങളൊക്കെ മേടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ബ്ലഡ് ലൈനെ കുറിച്ചിട്ടും ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചിട്ടും ഒക്കെ അറിയണം. പ്രൈസിൻ്റെ കാര്യം പറഞ്ഞ് നല്ല ക്വാളിറ്റിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറ്റിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കുറച്ചധികം കാലം ഇതിൻ്റെ പുറകെ നടന്നിട്ട് വേണം റേസിംഗ് ഹോമേഴ്സിനെയും അതുപോലെ തന്നെ ഫ്ലൈയിങ് ഹോമേഴ്സിനെയൊക്കെ മേടിക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പല ആളുകളും ഇപ്പോൾ കംപ്ലയിൻറ്റ് പറയാറുണ്ട്, നമ്മളിടുന്ന വീഡിയോസൊന്നും ഇപ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല, അറിയുന്നില്ല വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോസൊന്നും ഇടുന്നില്ലേ എന്ന് പിന്നെയും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഒക്കേഷനിൽ നിന്നുള്ള മാറ്റി ഓൾ എന്നുള്ളതാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടുന്നില്ല, നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള കാര്യം.